കിട്ടുന്ന എക്ട്രീസ് കൊണ്ടിട്ട് നമുക്ക് ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടാക്കാം. ഈ ഒരു വീഡിയോ ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടാക്കുന്നതോടൊപ്പം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ക്ലേ ഉണ്ടാക്കി എടുക്കുവാണ്. എഗ് കാർട്ടൂൺസ് തലേ ദിവസം കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളെടുത്ത് പിഴിഞ്ഞ് അതിലേക്ക് ഫെവിക്കോളും പിന്നെ കോൺ സ്റ്റാർച്ചും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുക്കുന്നു കേട്ടോ. ഇതുവരെ എല്ലാം ഓക്കെ. പക്ഷെ ഇനി ചെയ്ത ഒരു മണ്ടത്തരമാണ് എനിക്ക് ഏറ്റവും പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്. ഞാൻ ദേ ഈ പാത്രത്തിന്റെ അടിഭാഗത്ത് നിന്ന് കുറച്ച് പീസൊക്കെ എടുത്ത് കളഞ്ഞു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭംഗിക്ക് ഷേപ്പ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു കാരണവശാലും നിങ്ങൾ അതിങ്ങനെ ചെയ്യരുത്. കാരണം ഞാൻ ഹോൾഡറും ബൾബും കൂടി അവസാനം ഇട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബൾബ് ഇങ്ങനെ തള്ളി നിൽക്കുന്നു. അപ്പോൾ ഹോൾഡറിന്റെ ബൾബിന്റെയും അളവൊക്കെ നോക്കിയിട്ട് വേണം അതനുസരിച്ചിട്ടുള്ള പാത്രം എടുത്തിട്ട് നിങ്ങൾ ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകുമല്ലോ. ഞാൻ ചെയ്തത് ഈ ഒരു മണ്ടത്തരത്തിന് പകരമായിട്ട് ഞാൻ രണ്ടാമത് ക്ലേ ഉണ്ടാക്കി ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 3ഉം 4ഉം 5ഉം കോട്ടൊക്കെ എടുത്ത് അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 3 കോട്ട് പെയിന്റ് അടിച്ചപ്പോഴത്തേക്കും സംഭവം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കിഡ്സ് റൂമിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ടേബിളിന്റെ മേളിലൊക്കെ കൊണ്ടിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ. ഈ ഹാങ്ങിങ് ലൈറ്റ് കൂടാതെ ഇനി സ്റ്റഡി ടേബിൾ ലാമ്പും കൂടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ മറക്കരുതേ. ബൈ ബൈ.